തുർജഊൻ, പിന്നീട് അവങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു യബ്ദഉൽ ഖൽഖ, ആരംഭിക്കുന്നു. സുമ്മ യുഈദുഹു, പിന്നെ അതിനെ ആവർത്തിക്കുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്രയാണുള്ളത്. ഇതിൽ പഠിക്കാനുള്ള വാക്ക് 3 എണ്ണം. ഒന്ന് യബ്ദഉ, ആരംഭിക്കുന്നു. ബദഅ, ആരംഭിച്ചു. രണ്ടാമത്തത് യുഈദു, ആവർത്തിക്കുന്നു. യുഈദു, ആദ, മടങ്ങി. ആദ യുഈദു, ആവർത്തിച്ചു, ആവർത്തിക്കുന്നു. തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നു. അൽ ഖൽഖ, യബ്ദഉൽ ഖൽഖ, സൃഷ്ടി ആരംഭിക്കുന്നു. എല്ലാം സൃഷ്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നത്. ഒന്നുകൂടെ യബ്ദഉ എന്ന് ആരംഭിക്കുന്നു, യുഈദു ആവർത്തിക്കുന്നു, തുർജഊന മടക്കപ്പെടുന്നു. ഈ 3 പദവും നമുക്ക് ഒരുപാട് പരിചയമുള്ള പദങ്ങളാണ്. എന്താ ഒന്നാമത് പറഞ്ഞത്? ഒരു മുൻ മാതൃകയില്ലാതെ ഏകനായി എല്ലാ സൃഷ്ടികളെയും അള്ളാഹു സൃഷ്ടി ആരംഭിച്ചു. പിന്നെന്താ? എല്ലാവരുടെയും നാശത്തിനും എല്ലാം ഇല്ലായതിനു ശേഷം അവനൊരു പുതിയ സൃഷ്ടി പുനർനിർമ്മിക്കുന്നു. മൂന്നാമത് എന്താ പറഞ്ഞത്? പിന്നീട് അവൻ മടക്കപ്പെടുകയും അവർക്കിടയിൽ തീരുമാനമെടുക്കപ്പെടുകയും ചെയ്യുന്നതിന് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നു. അവരെ മടക്കപ്പെടുന്നു, പിന്നീട് അവർക്കിടയിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു, അങ്ങോട്ട് മടങ്ങിപ്പോകുന്നു. ഇത്രയാണ് പറഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ള 3 വാക്കുകളാണ്. കഴിഞ്ഞ ആയത്തിന്റെ ആശയത്തോട് നമ്മൾ കൂട്ടി വായിച്ചാല് ലിയജ്സിയല്ലദീന സാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. സൂറത്തുൽ നജ്മിലാണ് ആയത്തിനെ. തിന്മ ചെയ്തവർക്ക് അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നൽകാൻ, നല്ലത് ചെയ്തവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകാനും അതിനു വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സൃഷ്ടിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഖുർആൻ ഉപയോഗിച്ച യബ്ദഉൽ ഖൽഖ എന്നാണ്. ബദഅ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു എന്നാണ് കേട്ടോ. വേറൊരു പദം ഉപയോഗിച്ചത് ബദിഉൻ എന്നാണ്. ബദിഉൻ, ഐന്, ബദിഉൻ. ബദിഉൻ എന്ന് പറഞ്ഞാൽ ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. നേരത്തെ ഒരു രൂപല്ല, മാതൃകല്ല, ഒന്നിനെ നോക്കിണ്ടാക്കിയതല്ല. ബദിഉസ് സമാവാതി വൽ അർദ് വഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ എന്ന് പറയുന്നുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നേരത്തെ എന്തെങ്കിലും ഒരു രൂപത്തിൽ നിന്ന് നോക്കിണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട്, ആരാധിക്കുന്നവരോട് ഖുർആനിന്റെ ഒരു ചോദ്യം. തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ലല്ലോ. ഒരു ഈച്ചനെ സൃഷ്ടിക്കാൻ കഴിയോ നിങ്ങൾക്ക്? മുൻ മാതൃകയില്ലാതെ അള്ളാഹു ഈ അണ്ഡകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ചു. ഇവിടെയുള്ള ഓരോ വസ്തുക്കളെയും, ചെറുതും വലുതുമായ ഈച്ചയും കൊതുകും മനുഷ്യനും മൃഗവും ആകാശ ലോകങ്ങളും ഭൂമിയും ഭൂമിയിലെ പർവ്വതങ്ങളും മലകളും കടലും എല്ലാം തന്നെ അള്ളാഹു ഒരു മാതൃകയും നേരത്തെ അവന്റെ മുമ്പിലില്ല. അങ്ങനെ സൃഷ്ടിച്ചവനാണ്. പിന്നെ ഇതിലുള്ള രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത് സുമ്മ യുഈദുഹു, അവൻ ആവർത്തിക്കുന്നു എന്നാണ്. ആവർത്തനം. പിന്നീട് രണ്ടാമതുണ്ടാക്കുന്നു. അതൊരു എളുപ്പമുള്ള കാര്യ അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ആരംഭിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പുനരാരംഭം, രണ്ടാമതുണ്ടാക്കുക എന്നറിയുന്നത്. കാരണം സമാരംഭം ആദ്യമായിട്ടുണ്ടാക്കുക എന്നുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് ഉണ്ടാക്കുന്ന ആ വിഷയത്തെ സംബന്ധിച്ച് ഈ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്. 27-ാമത്തെ ആയത്തില് ഇത് രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുകയാണ് നമ്മൾ. ഈ ഒരു 11-ാമത്തെ ആയത്തിൽ അതിലെ അവസാനിക്കുന്നത്, രണ്ടാമത്തെ പാരഗ്രാഫ് അവസാനിക്കുന്നത് 27-ാമത്തെ ആയത്തിലാണ്. അപ്പൊ ഈ 2 ആയത്തിലും അള്ളാഹു എടുത്തു പറയുന്ന വിഷയം ഇതാണ്. യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു എന്നുള്ള വിഷയമാണ്. അള്ളാഹു സൃഷ്ടി ആരംഭിക്കുന്നു, പിന്നീട് അതങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. വഹുവ അഹ്വനു അലൈഹി, അത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. പണ്ഡിതന്മാർ പല ചർച്ചയുണ്ട്. അള്ളാഹു സൃഷ്ടി കഴിഞ്ഞോ, അല്ലെ ഇപ്പൊ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, പുതിയ സൃഷ്ടികളുണ്ടോ, അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണോ? അതിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ലല്ലോ. അപ്പൊ അള്ളാഹു
ഏതൊരു വസ്തുവിനെയും ഇവിടെ പുതുതായിട്ട് ഉണ്ടാക്കിയ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോ അതൊരു പുതിയ സംഗതി. അപ്പൊ പ്രഭാതം പോലും ഒരു പുതിയ സൃഷ്ടി. ഓരോ പ്രഭാതവും ഒരു പുതിയതാ, ഓരോ പ്രദോഷവും ഒരു പുതിയതാ. ഓരോ പ്രഭാതവും നമ്മളോട് വിളിച്ചു പറയുന്നു എന്നാ ഞാനൊരു പുതിയതാ, ഇന്നലുള്ള രാവിലെ ഇന്ന് ഞാനുള്ളത് വന്നത്, ഇന്ന് പുതിയതായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഇന്നിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്ന് പറയുന്ന ഒരു വിളിയാളം ഓരോ രാവിലെയും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നില്ല, പക്ഷെ അത് റസൂല് നമ്മളെ കേൾപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഉണ്ടിട്ടോ. നിങ്ങൾ ഓരോ രാവിലെയും ഓരോ വൈകുന്നേരവും അതിങ്ങനെ കടന്നു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെറുതേ, ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹുമ്മ പടച്ചോനെ നീ എനിക്ക് ആഫിയത്ത് നൽകിയല്ലോ എന്റെ ശരീരത്തിൽ, എന്റെ കണ്ണിന്, എന്റെ കാഴ്ചക്ക്, എന്റെ കേൾവിക്ക്, എന്റെ എല്ലാറ്റിനും നീ ആഫിയത്ത് നൽകിയല്ലോ എന്നെങ്കിലും ഒന്ന് പറഞ്ഞ് നിങ്ങള് രാവിലെയും വൈകുന്നേരം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കടന്നു പോകണേ എന്ന് പറയുന്നുണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഇവിടെ ആവർത്തനത്തെയാണ് പറഞ്ഞു. ആവർത്തനം രണ്ടാമത് ഉണ്ടാക്കുന്നതിനെ പറ്റിയാ പറഞ്ഞു. നമ്മളത് പറയുന്നുണ്ടല്ലോ, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എവിടുന്നാണ്? ആണുങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഖബറിന് പുറത്ത് പോകുന്ന ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരാളെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറ ജനാസത്ത്, ഒരു ജനാസ സന്ദർശിച്ചു. മരിച്ച ഒരാളുടെ ഒരു സഹാബത്ത്, ഒരു സഹാബിയുടെ അടുക്കൽ ചെന്നു. ഫലമ്മാ അറാദു ദഫ്നൽ മയ്യിത്ത്, അദ്ദേഹത്തെ ദഫൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കഫൻ ചെയ്യാ ദഫൻ ചെയ്യാ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. ദഫൻ ചെയ്യാന്ന് പറഞ്ഞാല് ഖബറിൽ വെക്കുന്നതിനാണ് ദഫൻ ചെയ്യാന്ന് പറയാ. അങ്ങനെ ദഫൻ ചെയ്തപ്പോ, മയ്യത്തിനെ ഖബറിലോട്ട് വെച്ചപ്പോ, അഹദ ഖബ്ദത്തൻ മിനത് തുറാബ്, ഒരു പിടി മണ്ണ് വാരി, ഫഅൽഖാഹ ഫിൽ ഖബർ, എന്നിട്ട് ഖബറിലേക്ക് ഇട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മിൻഹാ ഖലഖ്നാകും, ഇതിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഇത് ഖുർആന്റെ വാക്കാ. സൂറത്ത് ത്വാഹയിലെ 55-ാമത്തെ ആയത്താണ് റസൂല് പറയുന്നത്. എന്താ പറഞ്ഞത്? മിൻഹാ ഖലഖ്നാകും, നിങ്ങളെ അതിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഏതിൽ നിന്ന്? ഈ മണ്ണില്ലേ, ഇപ്പോ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളെ കിടത്തിയിരിക്കുന്ന മണ്ണ്, ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇട്ട മണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മാ അഖദ ഉഖ്റ, ഒരു പിടിയും കൂടെ എടുത്തു. വഖാല ഫീഹാ നുഈദുകും, ഇതിലേക്ക് തന്നെയാണ് നിങ്ങളെ മടക്കുന്നത്. ഇപ്പൊ ഖബറിന്റെ ഉള്ളിലോട്ട് വെച്ചില്ലേ, മണ്ണാണ് അവിടെ, ആ മണ്ണിലോട്ട് നിങ്ങൾ മടങ്ങിക്കഴിഞ്ഞു. സുമ്മ ഉഖ്റ, ഒരു പിടിയും കൂടെ എടുത്തു. വഖാല വമിൻഹാ നുഖ്രിജുകും, അതിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും, നിങ്ങളെ പുറപ്പെടുവിക്കും. അവിടുന്ന് എന്നാ വരിക? എവിടെയാണോ നിങ്ങളുടെ പുറപ്പാടുണ്ടായിരുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങളുടെ അസമാരംഭം എവിടെയാണ് കുറിക്കപ്പെട്ടത്, അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ആവർത്തനം ഉണ്ടാകും. ആ മണ്ണിലോട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നു. ആ മണ്ണിൽ നിന്ന് വീണ്ടും നിങ്ങൾ ഒരാവർത്തി കൂടെ ഇങ്ങോട്ട് തിരിച്ചു വരാനുണ്ട് എന്ന വാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എല്ലാ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ കേൾക്കെ റസൂല് മണ്ണ് വാരി പറഞ്ഞു. എന്തിനാ പറഞ്ഞേ? അടിസ്ഥാനപരമായി മണ്ണിനോട് ചേരേണ്ടവനാ, മണ്ണിനോട് ഒട്ടി നിന്നുകൊണ്ട് ജീവിക്കുന്നവനാ, മണ്ണിലാണ് വാസം, മണ്ണിലാണ് എല്ലാം, മണ്ണായി തീരുന്നവനാണ് മനുഷ്യ എന്നിങ്ങനെ പഠിപ്പിക്കാണ്. ഖുർആൻ വേറൊരു ആയത്തിൽ കാണാം, ഖാല ഫീഹാ തഹിയൗൻ വഫീഹാ തമൂതൂൻ വമിൻഹാ തുഖ്റജൂൻ. ഫീഹാ തഹിയൗന, നിങ്ങൾ ജീവിക്കുന്നത് ഇവിടെയാ, നിങ്ങൾ ജീവൻ നിലനിർത്തുന്നത്, നിങ്ങൾക്ക് ജീവന്റെ നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവിടെയാ നിങ്ങളുടെ ജീവിതം. വഫീഹാ തമൂതൂൻ, ഇവിടെയാണ് നിങ്ങളുടെ മരണം, ഇവിടെ തന്നെയാ നിങ്ങളുടെ മരണം. മരണം പല നിലക്കും സംഭവിക്കാം. നിങ്ങൾ മരിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് വരാം, ആരും കേട്ടില്ല എന്ന് വരാം, ഒറ്റപ്പെട്ടു പോകാം. പടച്ചോ നമുക്ക് എല്ലാവർക്കും നല്ല മരണം തരട്ടെ. സ്വാലിഹ പടച്ചോൻ പറഞ്ഞില്ലേ, അമിത്തിനി, പടച്ചോനെ അഹീനി, എന്നെ നീ ജീവിപ്പിക്കണേ. എന്താണ്? അസ്അലുക ഹയാത്തൻ ത്വയ്യിബ, ശാന്തമായ നല്ലൊരു ജീവിതം നിന്നോട് ചോദിക്കുന്നു. അല്ലെങ്കിൽ ഹനീ എന്ന് പറഞ്ഞില്ലേ, ശാന്തമായ സ്വസ്ഥമായ ഒരു ജീവിതം നിന്നോട് ഞാൻ ചോദിക്കുന്നു. വമീത്തൻ സവിയ്യത്തൻ, ഒരു ശരിയായ മരണം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വമറദ്ദൻ ഗൈറ മുഹ്സിൻ വലാ ഫാദിഹിൻ എന്ന് പറഞ്ഞില്ലേ, അപമാനിതനല്ലാത്ത,
പരിഹസിക്കപ്പെടുന്നവനല്ലാത്ത ആളുകളാൾ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന വിധത്തിലല്ലാത്ത ആളൊക്കെ കണ്ടാൽ ആൾക്കാരിങ്ങനെ പിന്നെ കബർന്ന് എഴുന്നേറ്റ് വരുമ്പോ പരലോകത്തേക്ക് എത്തുമ്പോ ആളുകൾ മുഴുവനും ചുറ്റിക്കൂടിയിട്ട് കണ്ട ഓനെ എന്ന് പറഞ്ഞിട്ട് ആള് കളിയാക്കുന്ന രൂപത്തിലുള്ള അല്ല, ഒരു നല്ല ഒരു പുനർജീവിതം ഉണ്ടാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോ നമ്മുടെ ആവർത്തനത്തെ സംബന്ധിച്ചാ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ എല്ലാ സംഗതിയും. അങ്ങനെ തന്നെ എല്ലാം നമ്മുടെ ഒരു വിത്ത് ഇടുമ്പോ ഒരു പുതിയ വിത്ത്, നമ്മുടെ കയ്യിലൊരു വിത്ത് ഉണ്ടായിരുന്നു, ഒരു പുതിയതാന്ന് വിചാരിക്കുക. അത് നമ്മൾ പാടത്തേക്ക് ഇടുന്നു, പാടത്ത് അതിന് വെള്ളവും വളവും കൊടുക്കും, നമ്മൾ അധ്വാനിക്കുന്നു, കതിര് വരുന്നു, നമ്മൾ കൊയ്യുന്നു. അടുത്ത വർഷത്തേക്ക് എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മളത് വിത്താക്കി മാറ്റിവെക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും ഇങ്ങനെ കടന്നു പോകുക. അല്ലാഹു പടച്ചോനെ ആദമിനൊക്കെ ഉണ്ടാക്കി, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. പിന്നീട് അള്ളാഹു അതിന് വേറൊരു രൂപമാണ് നമ്മളെ പഠിപ്പിച്ചത്. അത് നമ്മൾ സൂറത്ത് സജദ പഠിച്ചപ്പോ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് വീണ്ടും പോകുന്നില്ല. നമ്മുടെ ഈ ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ വന്ന അതേ ആശയം വീണ്ടും ഒരുപാട് വിശദീകരിക്കുന്നില്ല. തീരെ പുതിയ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ചില വിഷയങ്ങളിലൂടെ കടന്നു പോവുക. ഇനി നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ എന്താ? പടച്ചോ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ ഈ വെള്ളത്തിന്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിട്ടില്ല. H2O എന്ന് പറഞ്ഞത് ഓക്സിജൻ 2 ഘടകങ്ങളും കണങ്ങളും ഹൈഡ്രജൻ ഒന്നുമായിട്ട് മാറിയിട്ടില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കുക. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കുക. എന്നാൽ മനുഷ്യൻ ഇത് കുടിക്കുന്നു. മനുഷ്യന് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അവന്റെ രക്തത്തിൽ ഏകദേശം 82-84% വെള്ളത്തിന്റെ അംശ. അവന്റെ ശരീരത്തിൽ ഏതേത് വസ്തുക്കൾ പരിശോധിച്ച് നോക്കിയാലും ഈവൻ നമ്മുടെ എല്ലിൽ പോലും 22% വെള്ളം ഉണ്ടെന്നാണ്. അപ്പൊ മനുഷ്യന് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ മനുഷ്യൻ എത്രയാ അവന്റെ ജീവിതത്തിൽ എത്ര വെള്ളം കുടിക്കുന്നുണ്ട്? എത്ര ടൺ വെള്ളം കുടിക്കുന്നുണ്ടാകും? നമ്മൾ ഓരോരുത്തരെന്ന് പറയും, നിങ്ങൾ ഓരോരുത്തർ ചിന്തിച്ചു നോക്കൂ, എത്ര ടൺ വെള്ളം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ കുടിച്ചു. എവിടെ കുടിച്ച വെള്ളം എവിടെ? അത് മറ്റു പലതുമായി മാറുന്നു. ജീവിതത്തിലെ കാലാകാലവും നമ്മൾ കുടിച്ച വെള്ളം വിയർപ്പിലൂടെയും മറ്റും ജലം നഷ്ടപ്പെടുമ്പോ വേറൊരു പ്രക്രിയ അവിടെ നടക്കുന്നു. എന്താ പ്രക്രിയ? അവന് ദാഹിക്കുന്നു, അവൻ വെള്ളം കുടിക്കുന്നു. വെള്ളത്തിന് ആവശ്യമായി വരുന്നു, അവൻ വെള്ളത്തെ സമീപിക്കുന്നു. ഇങ്ങനെ തന്റെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതെ ഇരിക്കാനുള്ള ഒരു സംവിധാനം പടച്ചവൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഏത് വസ്തുവും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോ ഭൂമിയിൽ വെള്ളം ഉണ്ടായി, വെള്ളത്തിന്റെ അടിസ്ഥാനം എന്താ? ലോകത്തെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ്. വെള്ളമുള്ള ഗ്രഹങ്ങളെ മനുഷ്യനെ അന്വേഷിച്ച് നോക്കിയിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വെള്ളത്തിന്റെ സ്രോതസ്സുകളാണ് തേടിപ്പോകുന്നത്. മനുഷ്യന്റെ ഇപ്പോഴുള്ള വെള്ളത്തിന്റെ ആ അളവ് കുറയാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. എത്രയാണ് വെള്ളത്തിന്റെ അളവ് നേരത്തെ ഉണ്ടായിരുന്നത്, ആ വെള്ളത്തിന്റെ അളവ് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെ, ഒരു ചക്രത്തിലൂടെ, അങ്ങനത്തെ ഒരു ചാക്രിക ഒരു സംവിധാനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിന്റെ വാക്യ സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നു. ശ്രദ്ധിക്കണേ, നിങ്ങൾ എന്റെ കൂടെ വേണം, പുറത്തൊന്നും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. സുമ്മ ഇലൈഹി തുർജഊൻ എന്നാണ്. പിന്നെ അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു. ഇവിടെ ആദ്യം പറഞ്ഞ യബ്ദഊ എന്നാണ്, പിന്നെ യുഈദു എന്നാണ്, പിന്നെ തുർജഊ എന്നാണ്. ഈ പദങ്ങളെ ഒന്ന് പരിചയപ്പെടുക. യബ്ദഊ എന്ന് പറഞ്ഞപ്പോ, യുഈദു എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഏകവചന. ഈ തുടക്കം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ആവർത്തനം എന്ന് പറഞ്ഞത് ഏകവചന രൂപത്തിലാണ് പറഞ്ഞത്. എന്നാൽ ആ റുജൂ ഇലല്ലാഹിനെ പറ്റി പറഞ്ഞപ്പോ തുർജഊന, നിങ്ങൾ മടക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. നേരത്തെ എന്താ പറഞ്ഞ്? ഒരാളെ പറ്റി പറയും പോലെയാണ് പിന്നെ സമാരംഭം കുറിക്കുന്നു എന്ന് പറഞ്ഞു. ഒരാള് മടങ്ങുന്നത് പോലെയാണ് അയാള് മടക്കപ്പെടുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ഈ പിന്നെ തുർജഊന്, നിങ്ങൾ തിരിച്ചു പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവിടെ ബഹുവചന രൂപത്തിലാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം? ഈ വ്യത്യാസം നമ്മളൊന്ന് പഠിച്ചു നോക്കുക. മനുഷ്യന്റെ ഇങ്ങോട്ടുള്ള വരവിൽ അവൻ ഒറ്റക്ക.
ലാ യഖ്തലിഫൂന ഫിൽ ഖൽഖ്, അവന്റെ കൂടെ ആരുമില്ല. അവന് വീണ്ടും ഖബറിലേക്ക് പോകുമ്പോ, അവനൊരു മടക്കം ആരംഭിക്കുമ്പോ, അവന്റെ അങ്ങോട്ട് പോകുമ്പോ ആവർത്തനത്തിന് വേണ്ടിയുള്ള അവന്റെ ജീവിതത്തിലേക്ക് വേണ്ടി, രണ്ടാമതുള്ള ബർസഖി ജീവിതത്തിലേക്ക് അവൻ പോകുമ്പോഴും അവൻ ഒറ്റക്ക, അവന്റെ കൂടെ ആരുമില്ല. എന്നാൽ മടക്കം, അവരുടെ പരലോകത്തിലേക്കുള്ള തിരിച്ചുണ്ടല്ലോ, തുർജഊ എന്ന് പറഞ്ഞ അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്കുണ്ടല്ലോ, ആ തിരിച്ചുപോക്കിന്റെ സമയത്ത് യഖ്തലിഫൂൻ, ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നു, വിഭാഗങ്ങൾ കാണുന്നു. രണ്ട് വിഭാഗം, ഒന്ന് തരീഖുൽ ലശ്ഖിയാ വ തരീഖുൽ ലിസ്സുഅദാ, വിജയികളുടെ ഒരു വഴിയുണ്ട്, അതേപോലെ പരാജിതരുടെ വേറൊരു വഴിയുണ്ട്. വ്യത്യസ്ത വഴികളിലൂടെയാണ് പോകുന്നത്. വിജയി എന്ന് പറഞ്ഞതാരാ? മുഅ്മിൻ, വീണ്ടും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവൻ. പരാജിതൻ എന്ന് പറഞ്ഞതാരാ? കാഫിർ. പിന്നെ ആരാ? അൽ ആസ്, ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുന്നവൻ. വേറൊരു ഭാഗം കൂടെ ഉണ്ട്, വേണമെങ്കിൽ അവിടെ നമുക്ക് പറയാം ബൈന എന്ന് പറയാം. ബൈന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു നരകത്തിലേക്കും പോയിട്ടില്ല, സ്വർഗത്തിലേക്കും പോയിട്ടില്ല, അങ്ങോട്ട് അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ കളിക്കുന്ന ചില ആൾക്കാരുണ്ടാകും. അതിനാണ് ബൈന എന്ന് പറഞ്ഞത്. അങ്ങനെ പരലോകത്തെത്തിയാലും കാണും. ഏതായിരുന്നാലും അത്തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളും ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ മാറിപ്പോകുന്നത് കൊണ്ടാണ് ഇവിടെ തുർജഊൻ, നിങ്ങൾ എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോ അവലംബിക്കുന്ന വഴികൾ വ്യത്യസ്തമാണ്. ഒന്ന് വിജയികളുടെ മാർഗത്തിലൂടെ വഴിയിലൂടെ വരുന്നവരുണ്ടാകാം, പരാജിതരുടെ വഴിയിലൂടെ വരുന്നവരുണ്ട്. വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഒക്കെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. ആ കാരണങ്ങൾ കൂടെ ഇവിടെ നമ്മളെ പഠിപ്പിക്കാം. തുർജഊ എന്ന് പറഞ്ഞപ്പോ നമുക്ക് പരിചയപ്പെടേണ്ട വേറൊരു പദമുണ്ട്, അൽ ഇസ്തിർജാൽ. അൽ ഇസ്തിർജാൽ അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണെന്നുള്ളത്. അൽ ഇസ്തിർജാൽ അതെന്താ? ഇസ്തിർജാൽ എന്ന് പറഞ്ഞാല് നമ്മൾ പറയേണ്ട ഒരു വാക്കാണ്. എന്തെപ്പോ പറയേണ്ടതാണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൂറത്തുൽ ബഖറയിലെ 156-ാമത്തെ ആയത്ത്. അവർക്ക് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥത്തിലുള്ള അടിമകളായ ആളുകൾക്ക്, ക്ഷമിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും മുസീബത്ത് വന്നാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ, മരണാകാം, രോഗാകാം, കാലൊന്ന് വെച്ചുക്കിയതാകാം, എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ ഖാലു, അവർ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നു. ഇതിന് പറയുന്ന പേരാണ് അൽ ഇസ്തിർജാ എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൂടെ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഒരു മുസീബത്ത് ഉണ്ടാകാന്ന് വിചാരിക്കാം. ഫയഖൂലു മാ അമറഹുല്ലാഹു, അല്ലാഹു അവനോട് കൽപ്പിച്ച കാര്യം അവൻ പറഞ്ഞു. എന്താ കൽപ്പിച്ചത്? ഈ പറഞ്ഞ കാര്യം, ഈ കൽപ്പിച്ചത്. അതിനെ പറ്റിയാ റസൂൽ പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം, ഏതൊരു മുസ്ലിമും പറയണം എന്ന് പറഞ്ഞില്ലേ? എന്തുണ്ടായാലും, എന്ത് പ്രയാസം ഉണ്ടായാലും, ഏറ്റവും പിന്നെ ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, വാപ്പ മരിച്ചു, മകൻ മരിച്ചു, ഉമ്മ മരിച്ചു, മക്കൾ മരിച്ചു, ആരായിക്കോട്ടെ, മരണമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിട്ട് നമ്മൾ കാണാറുള്ളത്. ബാക്കി സാമ്പത്തിക നഷ്ടം ഉണ്ടാകും, അതേപോലെ ശാരീരിക നഷ്ടം, വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും, മുസീബത്തുകൾ ഉണ്ടാകും. എല്ലാത്തിനും മുസീബത്ത് എന്ന് പറയാ. അസാബ എന്ന് പറഞ്ഞാല് പ്രയാസങ്ങൾ ബാധിച്ചു എന്നാണ്. അങ്ങനെ ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ ബാധിക്കുന്നതിന് മുസീബത്ത് എന്ന് പറയാം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അള്ളാഹു പറഞ്ഞ കാര്യം പറയണം. റസൂൽ ഒരു കാര്യം കൂടെ അതിന്റെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, എന്താ? അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്നും കൂടെ അയാൾ പറയണം. അല്ലാഹുവേ, ഈ മുസീബത്തിൽ എനിക്ക് കൂലി തരണേ. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഒരു നല്ലതിനെ എനിക്ക് അനന്തരമായി തരണേ. ഇതിനേക്കാൾ നല്ലത്, ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലതിന് അനന്തരമായി തരണേ. അപ്പൊ എന്താ പറയണ്ടേ? ഞങ്ങളെല്ലാവരും അള്ളാഹുവിനുള്ളവരാ, ഞങ്ങൾ അവങ്കിലേക്ക് മടക്കപ്പെടുന്നവരാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാ. റസൂല് പറഞ്ഞില്ലേ, റസൂലിന്റെ മകൻ മരിച്ചപ്പോ, ഇബ്രാഹിം എന്ന ചെറിയ കുട്ടി മരിച്ചപ്പോ റസൂലിന്റെ കൈ കിടന്നിട്ട് കുട്ടികൾ ഒരുപാട്, റസൂലിന്റെ കുട്ടികൾ എത്ര ആൾക്കാരെ മരിച്ചു പോയത്. ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു കുട്ടി, ചെറിയ കുട്ടി മരിച്ചപ്പോ കൂടി നിന്ന സഹാബത്ത് റസൂലിന്റെ കണ്ണിലേട്ട് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂലിന്റെ കണ്ണ് നിറയുന്നുണ്ട്, കണ്ണ് നിറഞ്ഞൊലിക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ആ സമയത്ത് സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, റസൂലെ അങ്ങ് കരയേ, അങ്ങ് കരയേ എന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലായിന തദ്മ, കണ്ണുകൾ കരയും, വൽ ഖൽബ യഹ്സൻ, ഹൃദയം ദുഃഖിക്കും, വലാ നഖൂലു ഇല്ലാ മാ യർലാ റബ്ബുനാ, പക്ഷെ അല്ലാഹു തൃപ്തിപ്പെട്ടതല്ലാതെ ഞങ്ങളൊന്നും പറയില്ല, നമ്മളൊന്നും പറയില്ല. റസൂലായതുകൊണ്ട് സങ്കടമില്ലാണ്ടിരിക്കോ? റസൂലായതുകൊണ്ട് മകൻ മരിച്ചപ്പോ, മകള് മരിക്കുമ്പോ ദുഃഖമില്ലാതിരിക്കോ? തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ പരിധിയുണ്ട്, പരിമിതിയുണ്ട് സംസാരത്തിന്, പ്രവർത്തനത്തിന്. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂൻ, മഹ്സൂനൂൻ, ഇബ്രാഹിം നിന്റെ വേർപാടിൽ ഞങ്ങൾ അതീവ ദുഃഖിതരാണ് കേട്ടോ, അതീവ സങ്കടത്തിൽ തന്നെയാണ്. ആ ദുഃഖം കണ്ണുകളിലൂടെ ഈറനണയുമ്പോ, കണ്ണുകൾ നനഞ്ഞൊലിക്കുമ്പോ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പോ, ഹൃദയത്തിൽ സങ്കടങ്ങൾ വരുമ്പോ, ആ സങ്കടങ്ങളിൽ, ആ കണ്ണുനീർ ചാലുകളിൽ ഒതുക്കുകയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതിനാണ് നമ്മൾ സാധാരണ ഇസ്തിർജാ എന്ന് പറയുന്നത്. ഇസ്തിർജാ പറയുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വാചകം കൂടെ പറയാ, എന്താ? അല്ലാഹുമ്മ ഉജ്ർനി ഫി മുസീബത്തി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്നും കൂടെ പറയാ. പകരം നൽകണേ, ഈ മുസീബത്തിൽ കൂലി നൽകണേ. എന്നിട്ട് റസൂല് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാല് പടച്ചോൻ എന്തായാലും അതിന് പകരം നൽകാതിരിക്കില്ല, അതിന് പകരം നൽകാതിരിക്കില്ല. റസൂല് ഉമ്മു സലമയോട് ഇങ്ങനെ ഒരു പറഞ്ഞു, അബൂ സലമ മരിച്ചപ്പോ നീ സങ്കടപ്പെടാതെ, ഇങ്ങനെ വലിയ ബേജാറാകാണ്ട് ക്ഷമ കൈക്കൊള്ളു എന്ന് പറഞ്ഞപ്പോ ഉമ്മു സലമ ചോദിച്ചു, എന്റെ സങ്കടം നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടാവില്ലല്ലോ, എന്റെ ഭർത്താവല്ലേ മരിച്ചത്, ആ നഷ്ടം. അപ്പൊ റസൂൽ പഠിപ്പിച്ചു, നീ ഇങ്ങനെ പറയേ എന്ന് പറഞ്ഞപ്പോ അവസാനം ഉമ്മു സലമക്ക് കിട്ടിയത് റസൂലിനെ തന്നെയായിരുന്നു. റസൂലിനെ തന്നെ ഭർത്താവായി കിട്ടിയൊക്കെ ചരിത്രമാണ് നമ്മൾ പഠിച്ചത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ ആയത്ത് കഴിഞ്ഞ് നമുക്ക് 12ാമത്തെ ആയത്തിലേക്ക് പോകാം, അല്ലേ? ചെറിയ ആയത്തുകളല്ലേ? വയൗമ തഖൂമുസ്സാഅതു യുബ്ലിസുൽ മുജ്രിമൂൻ, വയൗമ തഖൂമുസ്സാഅതു യുബ്ലിസുൽ മുജ്രിമൂൻ, അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ ആശയറ്റവരാകും. വയൗമ തഖൂമുസ്സാഅതു, അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം, യുബ്ലിസുൽ മുജ്രിമൂൻ, കുറ്റവാളികൾ ആശയറ്റവരാകും. ആശ അറ്റവർ, നിരാശരായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്താണത് ആ പറഞ്ഞതിന്റെ ആശയം? ഒന്നാമത്തെ ഭാഗം അതിന്റെ അർത്ഥം നോക്കാം. വയോമ, ദിവസം, തഖൂമു, നിലവിൽ വരുന്നു, അസ്സാഅത്ത്, അന്ത്യസമയം, യുബ്ലിസു, ആശയറ്റവരാകുന്നു. ആശ മുറിഞ്ഞു പോയവർ, ഒരാശയില്ലാത്ത, ഒരു പ്രതീക്ഷയില്ലാത്ത ആൾക്കാരായി പോകുന്നു. ആര്? അൽ മുജ്രിമൂൻ, കുറ്റവാളികൾ. ഇതാണ് അതിൽ യുബ്ലിസ് പഠിക്കാണ്ടാവുള്ളൂ. നമ്മൾ മറ്റേത് പിന്നെ നേരത്തെ പഠിച്ചതാ. യുബ്ലിസ് പഠിക്കാൻ വേറൊരു എളുപ്പമുണ്ട്, അങ്ങോട്ട് പോകാം. തഖൂമുസ്സാഅത്തു എന്നാണ് ഒന്നാമത്തത്. തഖൂമുസ്സാഅത്തു, സാഅത്ത് നിൽക്കുന്ന, അല്ലെ? സാഅത്ത് നിൽക്കുന്ന, നമ്മൾ പറഞ്ഞ സമയം നിൽക്കുന്ന, നിൽക്കുക, ഒരു ദിവസം, അത് അള്ളാഹുവിലേക്ക് നിൽക്കുന്ന, അള്ളാഹുവിൽ ഉണ്ടല്ലേ, ആ നിലവിൽ വരുന്ന, അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു ദിവസം, അന്ത്യസമയം നിലവിൽ വരുന്ന എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അള്ളാഹുവിലേക്ക് മടങ്ങുകയും അവന്റെ സന്നിധിയിൽ ഹാജരാകുകയും ചെയ്യുന്ന നിമിഷം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. റസൂലിന്റെ സുസലാസൻ പറഞ്ഞ കുറെ ഹദീസിൽ ഇങ്ങനെ ലാ തഖൂമുസ്സാ, ലാ തഖൂമുസ്സാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കുറെ ഹദീസുകളുണ്ട്. ഒന്ന് രണ്ടെണ്ണം നോക്കല്ലേ? ലാ തഖൂമുസ്സാഅത്തു, അന്ത്യദിനം വരൂല. ഫിത്തന കുറെ ഉണ്ടാകും, ഫിത്തന കുറെ ഉണ്ടാകും. വയക്സുറൽ കദിബു, കളവ് എമ്പാടും വർദ്ധിക്കും. വതതഖാറബൽ അസ്വാഖു, അങ്ങാടികൾ ഒക്കെ എളുപ്പമാകും. മനുഷ്യന്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ വളരെ അടുത്തു വരുന്ന ഒരു സമയമായിരിക്കും.
ലാ തഖൂമു സ്സാഅ, വേറൊരു ഹദീസിൽ അന്ത്യദിനം വരൂല, ഹത്താ യമുറ റജുലു ബി ഖബരി റജുലി, ഒരു മനുഷ്യൻ വേറൊരാളുടെ ഖബറിന്റെ അടുത്ത് കൂടെ അങ്ങനെ പോകും. ഫയഖൂല, അപ്പൊ അവൻ പറയും, യാ ലൈതനി മക്കാനഹു, ആ ഖബറിൽ കിടക്കുന്ന ആളെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ കാണുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും നേരിടേണ്ടി വരില്ലായിരുന്നല്ലോ, ഇതൊന്നും അറിയാണ്ട് ജീവിക്കാൻ പറ്റായിരുന്നല്ലോ, ഈ ലോകത്ത് എന്തൊക്കെയാ നടമാടിക്കൊണ്ടിരിക്കുന്നത്, എന്തിനാ ഇതൊക്കെ ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്നിങ്ങനെ അവൻ ബേജാറോട് കൂടിയിട്ട് ഞാന് നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖബറാളിയെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു രംഗം വരും. വേറെ ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖ്ബലൽ ഇൽമു വതക്സുറ സലാസിലു, ലോകത്തുനിന്ന് എൽമില്ലാണ്ടായി പോകും, ആൾക്കാർക്ക് വിവരമില്ലാണ്ടായി പോകും, അറിവില്ലാണ്ടായി പോകും. ഒന്നും പഠിച്ചിട്ടില്ല. എന്താ പഠിച്ചത്? കുറെ ഭൗതിക ജ്ഞാനമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഈ സൂറത്തിൽ തന്നെ പഠിച്ചില്ല, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ എന്നല്ലേ. ഐഹിക ജീവിതത്തിലെ തന്നെ പുറംപൂച്ചുകളെ സംബന്ധിച്ച് അതിന്റെ ആന്തരികമായ കാര്യങ്ങളും അറിയില്ല. ഉള്ളോട്ട് ഇറങ്ങി ചെന്നിട്ട് അതുകൊണ്ട് എന്തുണ്ടാകും, അതിന്റെ ഭവിഷ്യത്ത് എന്ന കാര്യത്തെ സംബന്ധിച്ച് മനുഷ്യനറിയില്ല. പുറത്തു കൂടെ ഇങ്ങനെ കാണുന്ന കുറെ സംഗതികൾ അത് വലിയ ഇൽമായിട്ട് ഇങ്ങനെ നടിച്ചുകൊണ്ട് ജീവിക്കുന്ന. അതേപോലെ ഭൂകമ്പങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരിക്കും ഈ പിന്നെ അന്ത്യനാള് വരുന്ന ദിവസം എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ലാ തഖൂമു സ്സാഅത്ത് എന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു അന്ത്യസമയം വരുന്ന നിലനിൽക്കുന്ന ആ സമയത്തെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. ബാക്കി ഭാഗം യുബിലിസുൽ മുജ്രിമു എന്നാണ്. കുറ്റവാളികൾ ആശയറ്റു പോകും, പ്രതീക്ഷ ഇല്ലാണ്ടായി പോകും. യാതൊരു തരത്തിലുള്ള ന്യായീകരണവും ബോധിപ്പിക്കാനാകാതെ തികഞ്ഞ നിശബ്ദതയിൽ നിരാശരായി സംസാരം നിലച്ചുപോയി, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, അവനെ രക്ഷപ്പെടുത്താനുള്ള വഴിയും കണ്ടെത്തുകയില്ല. ഇങ്ങനെ സംഭവിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ യുബിലിസു എന്ന് പറയുന്നത്. വേറൊരാളുടെ മുമ്പിൽ ഒക്കെ എത്തിപ്പെടുമ്പോ എന്തെങ്കിലും ഒന്ന് മറുപടി പറയാൻ പറ്റണ്ടേ? എല്ലാം മറുപടി അല്ല, വായ അടഞ്ഞു പോയി, വായടപ്പൻ മറുപടിയാ, വായ അടഞ്ഞു പോയി, ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നുപോയി. അതിനാണ് അവർ നോക്കുമ്പോൾ, അവർ മുന്നോട്ട് നോക്കുമ്പോൾ അവരുടെ നേതാക്കളും അവരുടെ നായകരും അവരുടെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ നേരത്തെ തന്നെ നരകത്തിലേക്ക് പോയിരിക്കും, ശിക്ഷയിലേക്ക് പോയിരിക്കുന്നു. അവരെ വഴിയിലാണ്, അവരെ വഴിയിൽ കൂടെ ശരിക്കും രക്ഷപ്പെട്ടു പോകാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തതാ. പക്ഷെ പ്രതീക്ഷല്ല, അവര് നേരത്തെ നരകത്തിലേക്ക് പോയി. വിജയിക്കുമെന്ന എല്ലാ പ്രതീക്ഷയും അസ്ഥാനത്താകാം. ഇമാം റാസി തങ്ങൾ പറഞ്ഞത്, ഈ തഫ്സീർ റാസിയിൽ പറഞ്ഞൊരു കാര്യം, അന്ന് അവർ പാപ്പറായി എന്നുള്ളത് അവർക്ക് ക്ലിയർ ആയി ബോധ്യായി. അവരുടെ നിരാശ പൂർണ്ണമായി അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. വളരെ വലിയ ടെൻഷനോട് കൂടിയിട്ടുണ്ടാകുന്ന ഒരു തരം നിരാശക്കാണ് യഥാർത്ഥത്തിൽ ഈ ഇബ്ലാസ് എന്ന് പറയുന്നത്. അവിടുന്നാണ് നമ്മൾ കേട്ടൊരു പദം ഉണ്ടല്ലോ, അബ്ലസർ റജുലു എന്ന് പറഞ്ഞാൽ ഇദാ സക്കത്ത വൻഖതഅത് ഹുജ്ജത്തുഹു എന്നാണ്. അവന്റെ തെളിവ് മുഴുവനും നശിച്ചിട്ട് പറയാൻ ഇനി ഒരു ന്യായവും ഇല്ലാതെ മിണ്ടാൻ പറ്റാണ്ട് പോകുന്ന അവസ്ഥക്കാണ് ഇബ്ലാസ് എന്ന് പറയുന്നതെന്നാണ്. നമുക്കറിയുന്നൊരു പദം ഉണ്ടല്ലോ, ഇബ്ലീസ്. ആ ഇബ്ലീസ് എന്തുകൊണ്ട് ഇബ്ലീസ് ആയി എന്നറിയോ? ഇബ്ലീസ് ആയത് ലിയന്നഹു യഇസ മിർ റഹ്മത്തില്ലാഹ്, പടച്ചവന്റെ കാരുണ്യത്തെ സംബന്ധിച്ചവർ പൂർണ്ണമായി നിരാശയിലായി കഴിഞ്ഞു. ഇനി അവന്റെ കാരുണ്യം അവനുണ്ടാവില്ല. കാരണം അത്രയും വലിയ ധിക്കാരം ചെയ്തിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഐഹിക ജീവിതത്തിൽ ഇങ്ങനെ നിരാശപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ നിരാശ കാരണം അവർ ജീവിതം തന്നെ അവസാനിപ്പിക്കും. അവർക്കൊരു വിജയം നേടാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാകും. അവര് പ്രധാനമായിട്ട് ആരാണെന്നറിയോ? ഐഹിക ജീവിതത്തിൽ ഇങ്ങനെ നിരാശപ്പെടേണ്ടി വരുന്ന ആൾക്കാരാ. പ്രധാനാരാ? അവരോട് ഉത്ബോധനം ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നവരിങ്ങനെ ജീവിച്ചു. ഒക്കെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അവർ ഉത്ബോധനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മറന്നിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോ അവർ തൊട്ടത് മുഴുവനും അവർക്ക് സ്വർണമാക്കാൻ പറ്റാവുന്ന വിധത്തിൽ അവരുടെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും എല്ലാ വാതിലുകളും അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടു. പോകുന്നിടത്ത് മുഴുവനും
തൊട്ടത് മുഴുവനും പൊന്നാക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഇങ്ങനെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടി അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു. ഫരിഹു, അവസാനം ഭയങ്കര ഫർഹത്തിലായിരുന്നു, ഭയങ്കര ആഹ്ലാദത്തിൽ ഇങ്ങനെ പോകുമ്പോ അവർക്ക് നൽകപ്പെട്ട കാര്യങ്ങളിൽ പെട്ടെന്നൊരു ദിവസം പിടികൂടി വൈദാഹും മുബ്ലിസൂൻ, അപ്പോഴതാ വീണ് കിടക്കുന്നവൻ ആകെ നിരാശനായി, ഒന്നുമില്ല. പിന്നെ ഡ്രസ്സ് കൊടുത്തതും എന്താന്നറിയില്ല, സംസാരിക്കുന്നത് എന്താന്നറിയില്ല, പെരുമാറണം എന്താന്നറിയില്ല, ആകെ മാനസികമായി ഭ്രാന്തായി. അങ്ങനെ അവസാനം പിറ്റേന്ന് ആളുകൾ നോക്കുമ്പോ അയാളതാ അവിടെ തൂങ്ങിക്കിടക്കുന്ന ആള് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്താ ചോദിച്ചോ, ജീവിതത്തിലെ നിരാശയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വേറൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാ. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവെ നീ കരുണ ചെയ്യണേ, റഹ്മത്ത് ചെയ്യണേ, മഗ്ഫിറത്ത് ചെയ്യണേ. രണ്ടും കൂട്ടി നമ്മൾ പറയാ. പടച്ചോന് റഹീമാണ്, പിന്നെ അവൻ ഗഫൂർ റഹീമാണല്ലോ, പൊറുക്കുന്നവനും കാരുണ്യവാനാണ്. അപ്പൊ നമ്മൾ രണ്ടും കൂടെ പടച്ചോനോട് ചോദിക്കുന്നത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും നിരാശരാകൂല. കാരണം നമുക്ക് ഈ ഒരു പടച്ചവനോടുള്ള ചോദിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ശക്തിയുണ്ട്. നമുക്ക് ചോദിക്കാൻ ഒരാളുണ്ടല്ലോ, പറയാൻ ഒരാളുണ്ടല്ലോ, സങ്കടം ബോധിപ്പിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന ഒരു ഉറച്ച ശക്തി നമുക്ക് വരും. അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് അള്ളാഹുവിന്റെ റൗഹിൽ നിന്ന്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകൂല. ആര്? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളായ ആൾക്കാർക്കല്ലാതെ അങ്ങനെ നിരാശ തോന്നേണ്ടില്ല, നമുക്ക് ഉണ്ടാകേണ്ടതല്ല. വലൈൻ അദഖിനൽ ഇൻസാന മിന്നാ റഹ്മത്തൻ, ഏതെങ്കിലും ഒരു മനുഷ്യന് നാം ഒരു റഹ്മത്ത് കൊടുത്തു, നാം രുചി നോക്കാൻ കൊടുത്തു. റഹ്മത്ത് കുറച്ച് അവന് രുചി നോക്കിക്കോട്ടെ എന്നുള്ളവർക്ക് കുറെ റഹ്മത്ത് അവന് കൊടുത്തിട്ട് അവനിങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനിടക്ക് പിന്നെ അതാണ്ട് ഊരിപ്പോയി, പിന്നെ അതില്ലാണ്ടായി പോയി, നശിച്ചുപോയി, അത് മരിച്ചുപോയി, ഇല്ലാണ്ടായിപ്പോയി. പടച്ചോനെ നീ തന്നത് നിന്റേതാ, പടച്ചവനെ നീ എടുത്തത് നിന്റേതാ എന്ന് പറയുന്നുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ തന്നത് നിന്റേതാണ്, നീ എടുത്തത് നിന്റേതാ. കാരണം എടുക്കാനുള്ള അവകാശം നിനക്ക് ഉണ്ടായത് കൊണ്ടല്ലേ നീ എടുത്തത്. അപ്പൊ ഐഹികമായ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ചെറിയൊരു രസം നോക്കാൻ വേണ്ടി തരുന്ന നമ്മുടെ മക്കളെ കുറച്ചു കാലം, മക്കളെ തന്നെ നോക്കൂ. നിങ്ങൾ 2 വയസ്സ് വരെയുള്ള സുഖം 2 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. 10 വയസ്സ് വരെയുള്ള മക്കളുടെ ആ ഒരു സുഖവും സൗന്ദര്യവും ഒക്കെ പിന്നെ കിട്ടുമോ? ഇല്ല. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ പറ്റാവുന്ന ചെറിയ ചെറിയ സുഖങ്ങളിലൂടെ നമ്മളിങ്ങനെ ജീവിക്കും. നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട് നിൽക്കുക, ആ സമ്പത്ത് കൊണ്ട് നമ്മൾ സുഖമായിട്ട് ഭക്ഷിച്ചത് ഏത് കാലഘട്ടത്തിലാ? നമുക്ക് അങ്ങനെ തിന്നാൻ പറ്റാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, കുടിക്കാൻ പറ്റാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലല്ലേ നമ്മൾ കുടിക്കുകയും തിന്നുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്ത്. പിന്നെയോ, പിന്നത് വേറെ കൈകളിലേക്ക് പോയി. ഒരുപക്ഷെ അവനിൽ നിന്ന് നാം അത് പൂർണ്ണമായി ഊരിയെടുത്തു, വേർതിരിച്ചു, മാറ്റിക്കളഞ്ഞു, ഇല്ലാതാക്കി, നശിപ്പിച്ചു. അങ്ങനൊക്കെ ആ മനുഷ്യനതാ നിരാശനാണ്, നന്ദികേട് ചെയ്യുന്നവനാണ്. നിരാശ എന്ന് മാത്രല്ല, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാര്. എന്നിട്ട് എന്നാല് നമ്മളോട് പ്രത്യേക ഒരു കൽപ്പന അല്ലാഹുവിന്റെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, എന്റെ അടിമകളെ, അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളുടെ സ്വന്തത്തോട് തന്നെ വളരെ കൂടുതലായിട്ട് ഇസ്രാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അമിതമായിട്ട് ചെയ്യാന്നല്ലേ? വെള്ളത്തിൽ അമിതവ്യയം ചെയ്യരുത് എന്നൊക്കെ പറയില്ലേ? അതേപോലെ സ്വന്തത്തോട് അമിതമായി ചെയ്തവർ, സ്വന്തത്തോട് ക്രൂരമായി ചെയ്തവർ, സ്വന്തത്തോട് ക്രൂരമായ കുറ്റങ്ങൾ ചെയ്ത, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ദുൽമ് ചെയ്തവർ, അങ്ങനെ ചെയ്ത ആൾക്കാരോട് അള്ളാഹ് വിളിച്ചിട്ട് പറയാ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുതേ. അങ്ങനെ ഒരു നിരാശ നിങ്ങൾക്ക് വേണ്ട. പടച്ചോൻ പൊറുക്കുവോ? പൊറുക്കാൻ മാത്രമുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുള്ളൂ. പടച്ചോന് എന്നോട് ഇത് ക്ഷമിക്കൂലേ? അങ്ങനെ ഒരു ബേജാറ് തോന്നുന്നുണ്ട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിയാ, പടച്ചവൻ ദുനൂബ ജമിയാ, പടച്ചവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നേരത്തെ നമ്മൾ പറഞ്ഞ അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കാരുണ്യവാനുമാണ്. അപ്പൊ നിരാശ ഉണ്ടാകരുത്. ഒരാളറിയില്ലേ,
ആശയാണ് ആവേശം എന്ന് പഠിപ്പിച്ച ഒരു പെൺകുട്ടീനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാ ഈ പെൺകുട്ടി? ഫോട്ടോ കണ്ടാ അറിയില്ലേ ആരാ? ഹെലൻ കെല്ലർ അല്ലേ? ഹെലൻ ആദംസ് കെല്ലർ എന്ന ഹെലൻ കെല്ലർ 1880 മുതൽ 1968 വരെ ജീവിച്ച. എന്താ അവരുടെ പ്രത്യേകത എന്നറിയോ? ഭൂമിയിൽ പിറന്നിട്ട് ശബ്ദം കേട്ടിട്ടില്ല, ഭൂമിയിൽ വെളിച്ചം കണ്ടിട്ടില്ല, തെല്ലുപോലും ഇതൊന്നും അനുഭവിക്കാൻ സ്വാഭാവികമായിട്ടും ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ, അതേപോലെ വെളിച്ചം കാണുന്നില്ലെങ്കിൽ, ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് സംസാരിക്കുകയും ചെയ്യില്ലല്ലോ. സംസാരശേഷി ഉണ്ട്, പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സംസാരിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ചില വാക്കുകളുണ്ട്. നമുക്ക് ജീവിതം ലഭിച്ചിട്ടുള്ളത് വിലപിക്കാനല്ല, പരസ്പരം സ്നേഹിച്ച് വളരാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് അവാർഡുകൾ കിട്ടിയതാണ്, സ്വന്തമായിട്ട് പുസ്തകങ്ങൾ എഴുതിയതാണ്, ഒരു ലൈഫ് സ്റ്റോറി, അത് ഒരു എന്താ പറയാ ജീവചരിത്രം തന്നെ എഴുതിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവമുണ്ടെന്നും എന്റെ അന്ധതയിൽ വെളിച്ചമുണ്ടെന്നും എന്റെ മൗനത്തിൽ ശബ്ദമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ ചില വാക്കുകളാണ്. നന്മ ഒരിക്കലും നശിക്കയില്ലെന്നും നന്മയെപ്പറ്റി മനുഷ്യൻ ഇച്ഛിക്കുകയോ ആശിക്കുകയോ സ്വപ്നം കാണുകയോ ചെയ്തിട്ടുള്ളതെല്ലാം നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പറഞ്ഞു, അനശ്വരമായ അനുഗ്രഹങ്ങൾ എന്നുള്ളത് കൊണ്ട്, എന്ന ഒരു സംഗതി ഉള്ളത് കൊണ്ട് ആത്മാവിന് നാശമില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു, ഇവിടെ കുറെ വർഷങ്ങളോളം ജീവിച്ച, എന്നിട്ട് ഒരുപാട് രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിച്ച, നാട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ച ഒരു പ്രഗത്ഭമതിയുടെ ഒരു ചിത്രം അവിടെ പറഞ്ഞു എന്ന് മാത്രം. നമുക്കത് ഐഹിക ജീവിതത്തിൽ പ്രചോദനമാകട്ടെ എന്നുള്ള സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരു സാധാരണ പറയുന്നതിൽ വ്യത്യസ്തമായിട്ടൊന്നുണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമ്മള് അടുത്ത ആയത്തിലേക്ക് പോവുകയാണ്, 13ാമത്തെ ആയത്തിലേക്ക് പോവുകയാണ്. ولم يكن لهم من شركائهم شفعاء وكانوا بشركائهم كافرين. എന്താണ് അർത്ഥം പരിശോധിക്കാം. അവർ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരും ഉണ്ടായിരിക്കുകയില്ല. അവരുടെ ആ പങ്കാളികളെ തന്നെ അവർ നിഷേധിക്കുന്നവരാവുകയും ചെയ്യും. വലയക്കുല്ലഹും അവർക്കുണ്ടാവില്ല, വലം യക്കുൻ ഉണ്ടായിരിക്കുകയില്ല, ലഹും അവർക്ക്, മിൻ ശുറക്കാഇഹിം അവരുടെ പങ്കുകാരിൽ നിന്ന്, ശുറക്കാഉൻ പങ്കുകാർ, ശുഫആ ശുപാർശക്കാർ, വകാനു അവർ ആക്കുകയും ചെയ്യും, ബിശുറക്കാഇഹിം അവരുടെ പങ്കുകാരെ, കാഫിരി നിഷേധിക്കുന്നവർ ആക്കുകയും ചെയ്യും. ഇതാണ് വാക്കിന്റെ അർത്ഥം. നോക്കാം. അപ്പൊ അവർക്ക് പങ്കുകാരും ഉണ്ടാവില്ല, അവരുടെ പങ്കുകാരിൽ ശുപാർശക്കാരായിട്ട് ആരുമില്ല. മാത്രല്ല അവർ പങ്കുകാരാക്കിയ ആ ആളുകളൊക്കെ അവിടെ ചെന്ന് അവരെ നിഷേധിക്കുകയും ചെയ്യും. മനുഷ്യന്റെ പങ്കുകാരൊക്കെ ശരീക്കന്മാര്, ശിർക്ക് ചെയ്ത് ജീവിച്ച ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ കൂടെ പങ്കുകാരായി ചേർത്തിയത് ആരൊക്കെയാണെന്നറിയാം? മലക്കുകളുണ്ട്, പ്രവാചകന്മാരുണ്ട്, പുണ്യാത്മാക്കളുണ്ട്, രക്തസാക്ഷികളുണ്ട്, സജ്ജനങ്ങളുണ്ട്, സൂര്യചന്ദ്രന്മാരുണ്ട്, ആകാശഗോളങ്ങൾ, വൃക്ഷങ്ങൾ, കല്ലുകൾ, ജന്തുക്കൾ, ഇവയൊക്കെ മനുഷ്യൻ വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹുവിന്റെ കൂടെ ആരാധിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാൽ അവരതൊക്കെ ചെയ്യും. ഇതിന്റെ പേരിൽ ഇവരെ അന്ധമായിട്ട് വിശ്വസിക്കുകയും അങ്ങനെ ഉള്ള ഒരു ആരാധനാ കർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ആയതിന്റെ പേരിൽ മനുഷ്യൻ എന്തും ചെയ്യാൻ ഒരുക്കുള്ള ഒരു രൂപത്തിലാണ് ഉള്ളത്. പക്ഷെ അവരുടെ സ്വഭാവം എന്താ അവർ കാണാത്തത്? പരലോകത്ത് ചെല്ലുമ്പോ മിൻ ശുറക്കാഇ ശുഫആ, മിൻ ശുറക്കാഇ ശുഫആ, അവരുടെ പങ്കുകാരിൽ ശുഫആയിനെ കാണുന്നില്ല. ഷഫീഉ എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഞാൻ കൂടെ വിശദീകരിക്കുന്നില്ല. വയഖൂലൂന ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്, നമ്മൾ പറഞ്ഞ അള്ളാഹുവിന്റെ കൂടെ അവർ പങ്കാളികളാക്കുന്ന ആളുകളൊക്കെ തന്നെയും പറയുന്നത് എന്താ? ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നാണ് അവർ പറയാറുണ്ടായിരുന്നത്. ശഫാ എന്ന വാക്കിന്റെ ഒരു അർത്ഥം ഹാലത്തുൻ മർദിയത്തുൻ ഫിൽ ബസരി തജഅലുൽ മർഅ യറ ശൈഅൽ വാഹിദ മുസ്ദബിജ അവി സൂറത്തുൽ വാഹിദ സൂറത്തൈനാണ്.
നോക്കുമ്പോ രണ്ടായിട്ട് കാണുന്ന അവസ്ഥ. കണ്ണോണ്ട് നോക്കുമ്പോ ഒരു സാധനത്തെ രണ്ടായിട്ട് കാണാൻ പറ്റുന്ന അവസ്ഥക്കാണ് സാറിന് ഷഫാ എന്ന് ഈ മെഡിക്കൽ ഫീൽഡിൽ പറയുന്ന ഒരു പേര് എന്നാണ്. അപ്പൊ എന്താ അങ്ങനെ പറയാൻ കാരണം? ഷഫിയു എന്നുള്ളതിന്റെ ബഹുവചനാണ് ഷഫാ. നിനക്ക് ഏതെങ്കിലും ഒരു കാര്യം നേടണം തോന്നിയാല് ആരെങ്കിലും അടുക്കല് ചെന്നിട്ട് വാസ്ത പറയുന്നതിനാണ്, അങ്ങനെ പറയുന്ന ഒരവസ്ഥക്കാണ് ഷഫിയ എന്ന് പറയാ. ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് ഇയാൾ ഒറ്റക്കായിരുന്നു. ഇപ്പോ വേറൊരാളും കൂടെ വന്ന് ഇയാൾക്ക് വേണ്ടി സഹായം ചോദിക്കാൻ വന്നപ്പോ അയാളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായി, അയാൾ ഇരട്ടയായി, രണ്ടാളായി മാറി. ഇതിനാണ് എന്നൊക്കെ പറയുന്നത്. വൽ ഫജ്ർ വലയാലിൻ നശ്ർ വശഫഇ വൽ വത്ർ. ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം നിറഞ്ഞ വാക്പാട് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും കൂടെ നമ്മൾ സ്നേഹിച്ച് പഠിച്ചവനല്ലാത്ത പഠിച്ചവന്റെ അടുക്കല് ശുപാർശ പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ വരട്ടെ എന്നുള്ളതൊക്കെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആരാധിക്കുന്ന സ്വഭാവമാണ് ഭൂമുഖത്ത് മനുഷ്യർക്കുള്ളത്. പക്ഷെ അതിനെപ്പറ്റി എന്താ പറഞ്ഞേ? പക്ഷെ ആ ശുറക്കായങ്ങളെ മുഴുവനും നിഷേധിക്കുകയാണ്. അവരോരോരുത്തരും അവരുടെ പാട്ടിന് പോവുക. ആരാധ്യ വസ്തുക്കൾ അള്ളാഹുവിന്റെ മുമ്പിൽ തങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്നുള്ള അവരുടെ വാദം യഥാർത്ഥത്തിൽ പൊളിയാണ്. അവ മൂലം യാതൊരു നന്മയും ലഭിക്കാനില്ലെന്ന് മാത്രല്ല, തങ്ങളെ കാണുമ്പോ നമ്മൾ ആരെയാണോ ശുപാർശകരായി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ ആരെയാണോ സ്നേഹിച്ചിരുന്നത്, ആർക്കാണോ കൈ കൊടുത്തിരുന്നത്, ആ കൈകൾ തന്റെ നേരെ തന്നെ തിരിയ അവയുമായുള്ള തങ്ങളുടെ ബന്ധം തന്നെ അവർ നിഷേധിക്കും. ഞാൻ അങ്ങനെ ഒരു ബന്ധമില്ല, ഞാൻ ഇത്തരത്തിലുള്ള ആളുകളായിട്ട് ഒരു ബന്ധവും തന്നെ അല്ല എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ നിഷേധിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് ചെന്നാൽ ഉണ്ടാവുക. അപ്പൊ നമ്മള് ശുപാർശക്കാരാണ് എന്ന് കരുതിയിരുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇവിടെ ലോക്യം വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ പരലോകത്ത് ചെന്ന പരസ്പര ശത്രുക്കളായി മാറുന്നുണ്ട്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ അവർക്കൊരു അവരുടേതായ ഒരു കൂട്ടുണ്ടാക്കാൻ, ഒരു ബന്ധം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഖുർആനിലെ വേറൊരു ആയത്തിന്റെ അർത്ഥം മാത്രം ഞാൻ വായിക്കാം. പിൻപറ്റപ്പെട്ടവർ തങ്ങളെ പിൻപറ്റിയവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. പിൻപറ്റപ്പെട്ടവർ ആരെയാണോ നമ്മൾ പിൻപറ്റിയത്, ആ ആളുകൾ പിൻപറ്റിയവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. അവർ രണ്ടു കൂട്ടരും ശിക്ഷ നേരിൽ കാണുകയും അവരിൽ നിന്ന് ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യുന്ന സന്ദർഭം. പിൻപറ്റിയവർ പറയുകയും ചെയ്യും, ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയതുപോലെ അവരിൽ നിന്ന് ഞങ്ങളും ഒഴിഞ്ഞു മാറുമായിരുന്നു എന്ന് പറയുന്നതാണ്. എങ്ങനെ? പരലോകത്ത് ചെല്ലുമ്പോ നമ്മൾ ആരെയാണോ പിൻപറ്റിയത് അവർ നമ്മളെ പിരിഞ്ഞു പോവുക. എന്നിട്ട് നമ്മൾ പറയാ, ഈ ലോകത്തേക്ക് വീണ്ടും മടക്കിയിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു അവരെ. നമ്മൾ ഓലെ അവലംബിച്ചിട്ട് അവരെ പിന്നാലെ പോയി. ഇപ്പൊ പരലോകത്തെത്തിയപ്പോ നമ്മളിൽ നിന്ന് മാറി നടക്കുക, തിരിഞ്ഞ് ഈ ലോകത്തേക്ക് തന്നെ ഞങ്ങളെ തിരിച്ചു നടത്തിയിരുന്നെങ്കിൽ അവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ആയത്തിലേക്ക് പോവുകയാണ്. ചെറിയ ആയത്തായതുകൊണ്ട് ويوم تقوم الساعة يومئذ يتفرقون 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 അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം അന്നാണ് അവർ വേർപിരിയുന്നത്. അപ്പൊ നേരത്തെ ചില വേർപിരിയലിനെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ആയത്ത് സൂചിപ്പിച്ചു. വയോമ തഖൂമു നിലവിൽ വരുന്ന ദിവസം, അസാഅത്തു അന്ത്യസമയം, യൗമൈദിൻ അന്ന്, യതഫറഖൂൻ അവർ ഒരുപാട് ഫിർഖത്തുകളായി വേർപിരിയും. അതൊക്കെ കഴിഞ്ഞ ആയത്തിൽ വന്നിട്ടോ, അതിന്റെ വിശദീകരണങ്ങളൊക്കെ. യതഫറഖൂൻ എന്നാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്നുണ്ട്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾ മുജ്രിമീങ്ങളെ നിങ്ങൾ വേർപിരിഞ്ഞു പോയിക്കോളൂ, വേറിട്ട് പോയിക്കോളൂ എന്ന് പറയുന്ന, തിന്മയിലും വഴിതെറ്റിലും ഒക്കെ ഈ ലോകത്ത് ഒന്നിച്ചവർ,
ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ വിഭജിക്കപ്പെടുക. ഇവിടെ ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു, സംഘടനകൾ ഉണ്ടായിരുന്നു, സംഘങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ അല്ലാതെയൊക്കെ തിന്മകളുടേതായിട്ട് വഴിതെറ്റിൻ്റെതായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു. പക്ഷെ അവർ ഇന്ന് ശത്രുക്കളും എതിരാളികളുമായി തീരുക. എന്നാൽ വിശ്വാസികൾ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്, അവിശ്വാസികൾ വേറൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. വിശ്വാസികളിൽ നിന്ന് ചെറിയ തെറ്റുകൾ ചെയ്ത ആൾക്കാരും വിജയികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെട്ടതെങ്കിൽ ആ വിശ്വാസികൾ അവരെ സ്വീകരിച്ച് ആനയിച്ച് അള്ളാഹുവിന്റെ മലാക്കമാരുടെ സന്തോഷകരമായ സമീപനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അന്ന് വിഭജിക്കപ്പെടുക, രണ്ടു വിഭാഗക്കാരായ മനുഷ്യൻ അന്ന് വേർപിരിയും. ഇന്ന് മുതൽ നല്ലവരും ദുഷ്ടരും ഇടകലർന്നുള്ള ജീവിതം ഉണ്ടാകുന്നില്ല. ഇവിടെ നമ്മൾ ജീവിച്ചപ്പോ നമ്മളെ കൂട്ടത്തില് നല്ലവരും ഉണ്ട്, മോശക്കാരായ ആൾക്കാരുണ്ട്, എല്ലാവരും ഇടകലർന്നിട്ടാണ് ജീവിക്കുന്നത്. ഇനി അങ്ങനൊന്നുമില്ല, ആ അവസരം ഇല്ല. മക്കളും പാപ്പയും കുടുംബവും കുട്ടികളും ഒക്കെ നല്ലവരും മോശക്കാരും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ തന്നെ ജീവിക്കുന്നത്. ഒരു നാട്ടിൽ കുറെ തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും ആ നാട്ടിൽ തന്നെ എല്ലാവരും കഴിയുന്നത്. പക്ഷെ പരലോകത്ത് വന്നാലോ ഇങ്ങനെ നല്ലവരും മോശക്കാരും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഇനി സാധിക്കില്ല. അവർക്കിടയിൽ ഒരു സമ്പർക്കവും ഇല്ല. മനുഷ്യവർഗത്തിലെ മുൻഗാമികളും പിൻഗാമികളുമായ ആളുകളിൽ നിന്നുള്ള വിശ്വാസികളും സച്ചരിതരും വേർതിരിക്കപ്പെടുന്നു, വേറൊരു വിഭാഗത്തേക്ക് വേറൊരു തരത്തിലുള്ള വിഭജിക്കപ്പെടൽ. തെറ്റായ വിശ്വാസങ്ങളും ആദർശങ്ങളും വെച്ചു പുലർത്തിയ ആളുകൾ ഒരു സംഘമായും ഓരോ തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തവർ വേറൊരു വിഭാഗമായും ഒക്കെ വേർതിരിച്ചു നിർത്തപ്പെടുന്നു. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള വിഭാഗങ്ങളായി വേർതിരിച്ചപ്പെടുന്ന ഒരവസ്ഥയാണ്. അല്ലാതെ രണ്ടും കൂടെ ഒന്നിച്ച് ഇനി കാണാൻ പോകുന്നില്ല. എന്നാണ് അന്ന് വേർതിരിക്കപ്പെടുന്നു. ദേശം, വംശം, ഗോത്രം, ഭാഷ, രാഷ്ട്രീയം, ഇതിന്റെ ഒക്കെ പേരിൽ മനുഷ്യൻ ഇഹലോകത്ത് വെച്ച് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നിഷ്കളങ്കമായ വിശ്വാസത്തിന്റെയും ധാർമ്മിക സദാചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തികച്ചും പുതിയ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. അത്തരത്തിലുള്ള പുതിയ കൂട്ടായ്മകളാണ് അവിടെ പരലോകത്ത് രൂപപ്പെടാൻ പോകുന്നത്. അവിടെ നല്ലൊരു കൂട്ടായ്മ വരിക. എന്താണ് ആ കൂട്ടായ്മ എന്നറിയാം? അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സ്നേഹിച്ച 7 കൂട്ടർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണല് കൊടുക്കും. എന്താണ് തണൽ? അതിലൊരു ഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാ, അതിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരാ, അങ്ങനെ അവിടെ നിന്ന് തന്നെ നല്ല രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ഒക്കെ പിരിഞ്ഞുപോയ ആളുകളോ പടച്ചവന്റെ മാർഗത്തിൽ സ്നേഹിച്ച, പടച്ചവന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയ ആ ആളുകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു നല്ല കൂട്ടായ്മയായി അവിടെ രൂപപ്പെടുന്നതാണ് എന്നാണ്. എന്നിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സുഹൃത്തുക്കൾ അല്ല വേറെ ചില ആൾക്കാര് പരസ്പരം സ്നേഹിച്ച് വളരെയേറെ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആളുകൾ തന്നെ വലിയ ശത്രുക്കളും എതിരാളികളും ഒക്കെ ആയി വരുന്നു. എന്നാൽ ഇല്ലൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ച ആളുകൾക്ക് അവരുടെ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ആ ബന്ധങ്ങളെ പോലെ തന്നെ നല്ല ബന്ധങ്ങളായി നല്ല കാര്യങ്ങളായി തന്നെ അവർക്ക് നിലനിർത്താൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് പരലോകത്ത് ഉണ്ടാകാറുള്ളത്. ഈ ഭിന്നതയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ അടിസ്ഥാനം, അതിന്റെ കാരണങ്ങളൊക്കെ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? മനുഷ്യന്റെ മനസ്സിലുള്ള ഉദ്ദേശ ശുദ്ധിയില്ലായ്മയാണ്, അവന്റെ ഇച്ഛയെ ദേഹേച്ഛയെ പിന്തുടരുക, തർക്ക വിഷയങ്ങൾ എന്താണെന്നുള്ള അജ്ഞത, ദേശീയത, പ്രാദേശികത, വംശീയത, അതിന്റെയൊക്കെ പേരിലുള്ള പ്രത്യേകമായ അതിനോടുള്ള അന്ധമായ പ്രതിബദ്ധത, തർക്കത്തിന്റെ കൃത്യമായ എന്താണ് അതിന്റെ മർമ്മം അറിയാത്ത തരത്തിലുള്ള സംസാരങ്ങൾ, തെളിവുകൾ നോക്കാതെ മുൻകാലക്കാരെന്ത് പറഞ്ഞു അതിന്റെ പിന്നാലെ മാത്രം പോകുന്ന വ്യത്യസ്ത തരത്തിലുള്ള നിലപാടുകൾ മനുഷ്യന്, എന്നിട്ട് അതിന്റെ പേരിൽ അവർ പിടിച്ചു തൂങ്ങി നിൽക്കുക, ആളുകൾ തമ്മിലുള്ള വ്യത്യസ്തമായ മാനസികാവസ്ഥ, മറ്റുള്ളവർ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കാനിടയായ ന്യായീകരണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ രണ്ട് പാർട്ടികളുടെയും പരാജയം. അവനെന്തുകൊണ്ട് ഇങ്ങനെ ന്യായീകരിക്കുന്നു എന്ന കാര്യം
തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പോകാതെ തന്റെ വാദം മാത്രം ശരിയാണ് എന്നുള്ളതൊക്കെ മനുഷ്യൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഭിന്നതയും പിന്നെ അതേപോലെ കൂട്ടായ്മ ഇത് രണ്ടിന്റെ രൂപപ്പെടുന്നതിന്റെ ഒക്കെ കാരണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ച ചില കാര്യങ്ങൾ മാത്രം ഇവിടെ കൊണ്ടുവന്നു എന്ന് മാത്രം. ഞാൻ അടുത്ത ആയത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് പിന്നെ ഈ പഠിച്ച രണ്ടായത്തിൽ കൂടെ അതിൽ കൂടുതലുണ്ട് എന്ന് മാത്രം. ഏതായിരുന്നാലും ഓതി പഠിക്കുക. ഇന്ന് നമ്മുടെ യഹിയ ഏകദേശം എടുത്തിടത്തോളം ഭാഗങ്ങളൊക്കെ കാണാതെ ഓതി അയച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് സഹോദരികൾ കാണാതെ ഓതി കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ റുബീനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ചില സ്ത്രീ സഹോദരികൾക്കൊക്കെ സാധാരണ ക്ലാസ് പങ്കെടുക്കാറുണ്ടായിരുന്നു. അവർക്ക് രാത്രി വേറെ പല തിരക്കുകളും ഒന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂറത്തു സജദ ക്ലാസ്സിൽ മുഴുവൻ പങ്കെടുത്ത പലരും ഉണ്ടായിരുന്നു. അവർക്ക് അത് ഫുള്ളായിട്ട് കാണാൻ പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് തുടരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും ജോലികളൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നമ്മുടെ സഗീർ തെർക്കരിപ്പൂർ, അദ്ദേഹത്തിന്റെ പേര് പിന്നെ സഗീർ ചെറുതാണ്, ചെറിയ അതൊന്നല്ല. അത് പിന്നെ ഏതായിരുന്നാലും വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് ലോകത്തിന് അടിയപ്പെട്ടുകൊണ്ട് പിന്നെ പ്രയാസത്തിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയങ്കരിയായ ഭാര്യ ഈ രോഗം കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയി. അവർക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാം. പരിശുദ്ധ ഖുർആന്റെ പഠിതാക്കളെ, തീർച്ചയായും പടച്ചവന്റെ മുമ്പിൽ നമ്മൾ നീട്ടുന്ന കൈകൾ അത് ചെറുതായിരിക്കില്ല, അത് പടച്ചവൻ തട്ടിക്കളയില്ല. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സഗീർ തെർക്കരിപ്പൂരിന്റെ രോഗം അള്ളാഹു എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫ നൽകി അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ വിധത്തിലുള്ള കഴിവും തൗഫീഖും അള്ളാഹുവേ നീ നൽകുമാറാകട്ടെ. തമ്പുരാനെ, മരിച്ചുപോയ അദ്ദേഹത്തിന്റെ പ്രിയതമക്ക് നീ പുറത്തു കൊടുക്കുകയും റഹ്മത്ത് നൽകുകയും അവരെ ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. മരിച്ചുപോയവർക്ക് ബർസഖയായ ജീവിതത്തിൽ നീ സന്തോഷവും സമാധാനവും നൽകുമാറാകണേ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് ആയുരാരോഗ്യം നൽകി എല്ലാ തരത്തിലുള്ള നല്ല ജീവിതവും അതേപോലെ നല്ല മരണവും ഒക്കെ പ്രദാനം ചെയ്ത് നീ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب سراهم واجعل الجنة مأواهم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.